വിശ്വാസത്തിൻ്റെ ദിവ്യമാം രഹസ്യം സാമോദം നാം ഒന്നായി പ്രഖ്യാപിക്കാം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും പ്രത്യേകിച്ച് വിശുദ്ധ ഗീവർഗീസ് സഹദായോടും നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നുമെന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. ും
കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിൽ ക്ഷണിതാക്കളോ ഭാഗ്യവാന്മാർ. അവിടുന്നരുൾ ചെയ്ത
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, രക്തസാക്ഷിയായ വിശുദ്ധ ഗീവർഗീസിന്റെ സ്വർഗീയ വിജയം ഈ ദിവ്യപെരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഇവിടെ ജീവന്റെ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവർക്ക് അങ്ങ് വിജയം നൽകുകയും വിജയം വരിക്കുന്നവർക്ക് പരദേശായി ജീവജലത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ കൊടുക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. മൈ ലണ്ടൻ സാക്രിഫൈസ് ഫോർ പൂർ ആൻഡ് നീഡി കവറുകൾ ഇനി ആരെങ്കിലും തിരിച്ചു കൊണ്ടുവരാനുണ്ടെങ്കിൽ ഈ ആഴ്ചയിൽ തന്നെ അത് തിരിച്ചു കൊണ്ടുവരണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. വിവാഹ വാർഷികവും ജന്മദിനവും ആഘോഷിക്കുന്നവർക്കായിട്ടുള്ള കൃതജ്ഞതാബലി 27-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 8 മണിക്ക് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ചാപ്പലിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. പേരുകൾ നൽകുവാനുള്ള അവസാന ദിവസം ഏപ്രിൽ 26 മലയാളത്തിലുള്ള വിവാഹമൊരുക്ക സെമിനാർ 28-ാം തീയതി വെള്ളിയാഴ്ച കാലത്ത് 7:30 മുതൽ വൈകിട്ട് 4:30 വരെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ചാപ്പൽ വെച്ച് നടത്തപ്പെടുന്നു. പേരുകൾ നൽകുവാനുള്ള അവസാന ദിവസം ഏപ്രിൽ 27 ഏപ്രിൽ 29-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 7 മണിക്കുള്ള ദിവ്യബലി ഇടവകയിലുള്ള യുവജനങ്ങൾക്കും കുട്ടികൾക്കുമായിട്ട് അർപ്പിക്കപ്പെടുന്നു. മാതാപിതാക്കൾ കുട്ടികളുമൊത്ത് ദിവ്യബലിയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച, അതായത് 28-ാം തീയതി, കൊച്ചുവേളി വിശ്വാസികൾ വിശ്വ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ റാസൽ കൈമ സെൻ്റ് ആന്റണി ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. തിരുനാൾ ആഘോഷം രാവിലെ 11 മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിക്കുന്നു. എല്ലാ വിശ്വാസികളെയും തിരുനാൾ ആഘോഷത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാ വിശ്വാസികൾക്കുമായിട്ട് സ്നേഹവിരുന്നൊരുക്കിയിട്ടുണ്ട്. എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഡോറിൽ കൂടി വേണം സ്നേഹവിരുന്നിനായിട്ട് പോകുവാനെന്ന് എല്ലാ വിശ്വാസികളെയും വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. പോകുമ്പോൾ വോളണ്ടിയേഴ്സിൻ്റെ നിർദ്ദേശം പൂർണ്ണമായും പാലിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട തീർത്ഥാടകരെ, നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ ഗീവർഗീസ് സഹോദരന്റെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും വിവാഹ നാമത്തിൽ നേർന്നുകൊള്ളുന്നു. വളരെ മനോഹരമായ രീതിയിൽ തിരുനാൾ ആഘോഷിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഒരുക്കി തന്ന സർവശക്തനായ ദൈവത്തിന് ആദ്യമേ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജോർജ് പ്ലാപ്പറമ്പിൾ അച്ഛനാണ്. അദ്ദേഹം ഇവിടുത്തെ മലയാളം കമ്മ്യൂണിറ്റിയുടെ ആത്മീയ ഗുരുവാണ്. തൻ്റെ സ്വരമാധുര്യത്താൽ ഭക്തിസാന്ദ്രമായി ദിവ്യബലിക്ക് നേതൃത്വം നൽകി വിശ്വാസികളെ ഭക്തിതീക്ഷണത്തിലെത്തിക്കാൻ കഴിയുന്നത് ദൈവിക ദാനമാണ്. പ്രസ്തുത അനുഗ്രഹം എല്ലായ്പ്പോഴും അദ്ദേഹത്തിന് ലഭ്യമാകുന്നതിന് വിശുദ്ധ ഗീവർഗീസ് സഹോദരന്റെ പ്രത്യേക മാധ്യസ്ഥം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് വിവാഹയുടെയും പുതിയവരുടെ നാമത്തിൽ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. വചനവിചിന്തനം നടത്തിയത് ബഹുമാനപ്പെട്ട വർഗീസ് ചെമ്പോളി അച്ഛനാണ്. അദ്ദേഹം ഇവിടുത്തെ ഇടവ വികാരിയും ഞങ്ങളോടൊപ്പം ഫീസ്റ്റ് ആഘോഷിക്കുകയും ചെയ്യുകയാണ്. വചനം ലളിതമായ ഭാഷയിൽ ചെറിയ കഥകളിലൂടെയും ബോലിലൂടെയും വിചിന്തനം ചെയ്യപ്പെടുമ്പോൾ വിശ്വാസികളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. വിഭിന്ന സംസ്കാരമുള്ള അനേകം ദേശക്കാരുൾപ്പെടുന്ന ഈ ഇടവക മികവുറ്റ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുന്നോട്ട് നയിക്കുന്നതിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം ആവശ്യമാണ്. വീണ്ടും മികവുറ്റ രീതിയിൽ ഈ ഇടവക മുന്നോട്ട് നയിക്കുന്നതിന് എല്ലാവിധ പ്രത്യേക അനുഗ്രഹവും വിശുദ്ധ ഗീവർഗീസ് സഹോദരൻ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് വിവാഹയുടെയും പുതിയ ഇടവകയുടെ നാമത്തിൽ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. നൊവേനയ്ക്ക് നേതൃത്വം വഹിക്കുകയും സഹകാർമ്മികനായിരിക്കുകയും ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ബെന്നി അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വിശുദ്ധ ഗീവർഗീസ് സഹോദരന്റെ പ്രത്യേക മാധ്യസ്ഥം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന്
പിവായുടെയും പുതിയ ഇടവകയുടെ നാമത്തിൽ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രവണസുന്ദരമായ ഗാനങ്ങളുടെ ഈ ദിവ്യബലി ഭക്തിസാന്ദ്രമാക്കിയ ക്വയർ ഗ്രൂപ്പിനും പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്ന ബ്രദർ ഡേവിഡിനും പിവായുടെയും പുതിയ ഇടവകയുടെ നാമത്തിൽ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കുന്ന ബ്രദർ ജൂഡ്, ബ്രദർ റൂഫസ്, അതുപോലെ തന്നെ സാക്രിസ്റ്റൻ, അൾത്താര ബാലകർ, ലേ മിനിസ്റ്റേഴ്സ്, പവർ പോയിൻറ്റ് പ്രസേഷൻ നടത്തുന്ന ബ്രദർ അന്വേഷ്, ഇവരുടെ ആത്മാർത്ഥമായ സഹകരണത്തിന് പിവായുടെയും പുതിയ ഇടവകയുടെ നാമത്തിൽ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഇടവകയിൽ തിരുനാൾ ആഘോഷിക്കുന്നതിന് ഞങ്ങൾക്ക് പ്രത്യേക അനുഭവം നൽകിയ ഇടവകാരി ബഹുമാനയുടെ ചെമ്പോളിയച്ഛനും അതിന് നേതൃത്വം നൽകിയ ഞങ്ങളുടെ സീനിയർ എക്സിക്യൂട്ടീവ് അംഗവും ഇവിടുത്തെ ലേ മിനിസ്റ്ററും പാരിഷ് കൗൺസിൽ അംഗവുമായ ബ്രദർ തോബിയാസ് വിൻസൻ, ഇവിടുത്തെ പാരിഷ് സെക്രട്ടറി ബ്രദർ ബൈജു ഫ്രാൻസിസ്, ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗങ്ങൾ, അതോടൊപ്പം തന്നെ സുദീർഘമായ രീതിയിൽ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാ വോളണ്ടിയേഴ്സിനും അതിന് നേതൃത്വം നൽകുന്ന ബ്രദർ ബോസ്വാൾട്ട് എന്നിവർക്കും, ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന ക്യാമറമാൻ ബ്രദർ വെട്ടുകാട് ജോയി, രുചികരമായ ഭക്ഷണം തയ്യാറാക്കിയ ഷാർജ കാലിക്കറ്റ് നോട്ട്ബുക്കിലെ എല്ലാ പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് എൻ്റെ മാനേജർ ബ്രദർ ഷംലക് എന്നിവർക്കും പിവായുടെയും പുതിയ ഇടവകയുടെ നാമത്തിൽ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും മനോഹരമായ രീതിയിൽ ഒരു തിരുനാൾ ആഘോഷിക്കുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം അനേകം പേരുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, അൾത്താര അലങ്കാരത്തിന് സഹായം നൽകിയവരുണ്ട്. സ്നേഹവിരുന്നിന് ചെറുതും വലുതുമായ രീതിയിൽ ഞങ്ങൾക്ക് സഹായം നൽകിയ അനേകം പേരുണ്ട്. ഉണ്ണിയപ്പം സംഭാവന ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ അനേകം സഹോദരന്മാരുണ്ട്. ഇതിലേതെങ്കിലും ഭാഗഭാക്കായി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇവിടെ ചെറുതും വലുതുമായ എല്ലാ നിയോഗങ്ങൾക്കും വിശുദ്ധ ഗീവർ സഹോദരയുടെ പ്രത്യേക മാധ്യസ്ഥം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് അവർക്ക് പിവായുടെയും പുതിയ ഇടവകയുടെ നാമത്തിൽ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തുന്നു. തീർത്ഥാടനമില്ലെങ്കിൽ എന്ത് തിരുനാൾ എന്ന് ചോദിക്കുന്നത് പോലെ ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ സവിശേഷത പ്രിയപ്പെട്ടവരെ നിങ്ങളാണ്. വിശ്വസിലുള്ള നിങ്ങളെ വിശ്വാസം നിങ്ങളിവിടെ എത്തിക്കുന്നു. നിങ്ങളുടെ നിറസാന്നിധ്യവും ഞങ്ങളെ സേവന തൽപരരാക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണത്തിന് പ്രത്യേകിച്ച് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഞങ്ങളുടെ സഹ ഇടവകളിലെ സഹോദരന്മാർക്കും പിവായുടെയും പുതിയ ഇടവകയുടെ നാമത്തിൽ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. വരുന്ന വെള്ളിയാഴ്ച കൊടിയേറി മെയ് 7-ാം തീയതി സമാപിക്കുന്ന ഞങ്ങളുടെ ഇടവകയിലെ തിരുനാളിന് വളരെ ഭംഗിയായി ആഘോഷിക്കുന്നതിന് അനുകൂലമായ കാലാവസ്ഥയും ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് യാതൊരു ആപത്തും കൂടാതെ വളരെ ഭംഗിയായി തിരുനാൾ ആഘോഷിക്കുന്നതിന് നിങ്ങളെ എല്ലാവിധ പ്രാർത്ഥനകളും അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നേർച്ച ഭക്ഷണത്തിന് ലേഡീസിൻ്റെ കൗണ്ടറുള്ള കാര്യം പ്രത്യേകം ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ താതനും പുത്രനും പാവനരൂപിയും നിങ്ങൾക്കാശീർവാദം നൽകിടട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ മരിയർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന ധീരനാം രക്തസാക്ഷി ഗീവർഗീസേ, നിത്യവും ഞങ്ങളെ കാത്തിടേ.